ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ് ആഫ്റ്റർ സോ ലോങ്. എൻ്റെ കയ്യിൽ ഞാൻ മറ്റേ ട്രൈപ്പോഡ് പിടിച്ചേക്കൊണ്ടാണ് ഗൈസ് ഒരു ചെറിയ കുലുക്കം. അപ്പം കുറച്ച് നാളായി ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട്. ബിക്കോസ് ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എന്താ പറയാലോ, വെറുതെ നമ്മൾ പുറത്തിറങ്ങി ഫുഡ് കണ്ടിട്ട് ആക്രാന്തം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഇറങ്ങാത്തതാണ് ഗൈസ്. ഒരു 5 ദിവസം വീട്ടിൽ ഇരുന്നപ്പോഴേക്കും മൊത്തത്തിൽ തലയ്ക്ക് ഭ്രാന്തായി. മൂഡ് ഭയങ്കര ശോകമായിരുന്നു കേസ്. അതിൻ്റെ കൂടെ ഞാൻ പറയല്ലേ, എനിക്ക് ഈ സെർവിക്കൽ ഇഷ്യൂ ഉണ്ട്, ഡിസ്കിന്റെ. ജിമ്മിൽ നിന്ന് വന്നതാണ് പണ്ട്, ഈ താഴോട്ടുള്ള വെയിറ്റ് അടിച്ചിട്ട്. അപ്പം അതിനുശേഷം ഞാൻ പിന്നെ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയി. ഒരു 5 ദിവസം മരുന്ന് കഴിച്ച്, ഉറക്കത്തിനുള്ള മരുന്ന് കഴിച്ച് കിറങ്ങി ഉറങ്ങുമായിരുന്നു. ഒരു 5 ദിവസം എനിക്കൊരു ബോധമില്ലാത്ത ഉറക്കമായിരുന്നു കേസ്. പക്ഷെ മരുന്ന് തീർന്നതോടുകൂടി എൻ്റെ ഉറക്കം വീണ്ടും കണക്കായി. ഇന്നലെയൊക്കെ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. മൂഡും ഒരുമാതിരി മോശമായി, ഉറക്കവും ഇല്ല, തലവേദനയും. അപ്പം മൊത്തത്തിലൊരു ചെറിയൊരു എന്താ പറയുമല്ലോ, ഒരു മോട്ടിവേഷൻ ഇല്ലായിരുന്നു കേസ് ബ്ലോഗ് എടുക്കാനുണ്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ജസ്റ്റ് ഒന്ന് തോന്നി, നമ്മൾ അങ്ങനെ മോട്ടിവേഷൻ വിട്ട് കഴിഞ്ഞാൽ പണിയാണല്ലോ, കഷ്ടപ്പെട്ടാണല്ലോ ഇത് ഉണ്ടായിക്കൊണ്ട് വന്നത്. സോ ബേസിക്കലി അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പുറത്തിറങ്ങാം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പം മുട്ടയൊക്കെയാണ് കഴിക്കണത്, അവിച്ച മുട്ടയും സംഭവങ്ങളൊക്കെ. അപ്പൊ ദ തിങ് ഈസ്, ലഞ്ച് കഴിക്കാത്തത് പ്രമാണിച്ച് ഞാൻ തൽക്കാലം ഒന്ന് കോസ് കഫേ വരെ വന്നേക്കാണ്. ഒരു സാലഡ് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ജിമ്മിൽ ഇതൊക്കെയാണ് ചേരാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്കൊരു MRI കൂടെ എടുക്കാൻ പറഞ്ഞായിരുന്നു. ബിക്കോസ് ഇവിടെ എന്തെങ്കിലും ആ ഒരു നെർവ് പിഞ്ചിങ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ, ബിക്കോസ് ചെറിയൊരു തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കയ്യിലോട്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ന്യൂറോളജിനെ കാണാൻ പോയത്. അപ്പൊ സോ ദ തിങ് ഈസ്, എങ്ങനെയെങ്കിലും ഒന്ന് ബാക്ക് ഇൻ ട്രാക്ക് ആവണം. അതിനുശേഷം ജിമ്മ് തുടങ്ങാന്നുള്ള പ്ലാനിലാണ്. ബിക്കോസ് ജിമ്മിൽ പോയിട്ട് ഇനി എൻ്റെ ഇഞ്ചുറി കൂട്ടാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേസ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഇത്തിരി സമാധാനപരമായിട്ട് ഇരിക്കുകയാണ്. ബിക്കോസ് ഇത് പണ്ട് ഇതേപോലെ ജിമ്മിൽ ആക്രാന്തം കാണിച്ചാണ് എനിക്ക് ഇഞ്ചുറി വന്നത്. സോ ബേസിക്കലി ഞാൻ വിചാരിച്ചൊന്ന് എന്താ പറയല്ലോ, ക്ഷമയോടെ ഈ പ്രാവശ്യം കുറച്ചൊന്ന് നോക്കിയും കണ്ടൊക്കെ ഓരോന്നും ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ കയറി എന്തെങ്കിലും സാലഡ് എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് കഴിക്കാന്നുള്ള പ്ലാനിലാണ് കേസ്. സീസർ സാലഡ് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാലഡാണ്. എന്റെ മിക്കവാറും ഇനി ഒരു സാലഡ് സീരീസ് വരാൻ ചാൻസ് ഉണ്ട്. മിക്കയിടത്തും പോയിട്ട് സാലഡും ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും കേസ്. അത്രേ ഉള്ളൂ. അല്ലാതെ ബേസിക്കലി എനിക്ക് നിർത്തേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ്, മട്ടൺ, റെഡ് മീറ്റ്, പ്രോൺസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. അപ്പം അതാണ് മെയിൻലി. പിന്നെ ഈ നോർമൽ ജങ്ക് സാധനങ്ങളൊന്നും, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഗൈസ്. കുറച്ചൊക്കെ ഒന്ന് ഇത്തിരി ഹെൽത്തി ആവാന്നുള്ള ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഡേ ഒന്നും കൂട്ടുന്നില്ല. ബിക്കോസ് എന്തായാലും April 24 വരെ എന്തോ ആണ് ഈ പരിപാടി, ഈ ചാലഞ്ച്. അപ്പൊ ഇത് ഞാൻ ഒരു ചാലഞ്ചായിട്ട് എടുക്കുന്നില്ല. ഇത് എന്റെ ഹെൽത്ത് സെറ്റാക്കാനുള്ള ഒരു അവസരമായി ഞാൻ എടുക്കുകയാണ്. അപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നേ ഉള്ളൂ. ഷുഗർ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഷുഗർ ഇനി വയ്യ. പ്രത്യേകിച്ച് ഡെസേർട്ടും സംഭവങ്ങളും കംപ്ലീറ്റ്ലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിലാണ്. പക്ഷെ നമ്മളല്ലേ, ഡെസേർട്ട് ഷുഗർ നിർത്തിയപ്പോഴേക്കും ഒരു ചെറിയൊരു വിമ്മിഷ്ടം ഉണ്ടായിരുന്നു. എനിക്കൊരു ക്രേവിംഗ് പോലെയൊക്കെ വന്നതാണ്. പിന്നെ അതങ്ങ് പതുക്കെ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അപ്പൊ നോക്കാൻ കഴിച്ചു എന്താണ് പരിപാടി എന്നുള്ളത്. പിന്നെന്തായാലും ഇപ്പൊ ഒരു സാലഡ് കഴിച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കാൻ കഴിച്ചു. ചിലപ്പോ ഒന്ന് എന്തെങ്കിലും ഇവന്റോ എന്തൊക്കെയോ ഇവന്റ് നടക്കുന്നുണ്ട് കൊച്ചിയിൽ. എനിക്ക് അറിഞ്ഞുകൂടാ, ഒറ്റയ്ക്ക് മടിയാണ് പോകാനായിട്ട്. എന്നാലും ലെറ്റ് മീ ട്രൈ. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇപ്പം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. കുറച്ചാൾ വെളിയിൽ ഇറങ്ങാത്തോണ്ട് ഇപ്പൊ ഞാൻ പറയേ, ഈ സാലഡ് കഴിക്കാനായിട്ട് കയറാൻ തന്നെ ഒരു മടി. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരിതാണ്. ഞാൻ പറയേ, ഈ സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ലെറ്റ് ദാറ്റ് ഒരു ഗ്രൂവ് അങ്ങ് നഷ്ടപ്പെടുത്തരുത്. ഇതിപ്പോ എനിക്കത് നഷ്ടമായി. ഇപ്പൊ എനിക്കൊരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് കേസ്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് പതുക്കെ കയറി കഴിക്കാൻ നോക്കട്ടെ. അവിടെ സീറ്റ് ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ. സീറ്റ് ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകേണ്ടി വരും മിക്കവാറും. എൻ്റെ ഒരു കുഴപ്പം ഇതാണ് കേസ്. പാർക്കിംഗ് അല്ലെങ്കിൽ സീറ്റൊക്കെ എനിക്ക് ഇങ്ങനെ ദൂരം തന്നെ നോക്കി കണ്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറത്തുള്ളൂ. ആൾക്കാരൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഞാൻ കയറാറില്ല. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം കുറച്ചൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇവിടെ ഉണ്ട്. ഞാൻ നോക്കട്ടെ ഗൈസ്, എവിടെയാണ് കയറാനുള്ള ഒരു അവസ്ഥ ഉള്ളത് അവിടെ ഞാൻ കയറും. ഓക്കെ, അപ്പൊ കാണാം. ബൈ. അപ്പൊ ഗൈസ്, കോസ് കഫേയിൽ നല്ല തിരക്കുണ്ട്. ഫ്രഞ്ച് ടോസ്റ്റിൽ പോയപ്പോൾ അവിടെയും നിറച്ചും ജനമുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ ഡിസ്ട്രിക്ട് 7 പോവുകയാണ്. അവിടെ എങ്ങും തിരക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഈ ഒരു സംഭവം എനിക്ക് അറിഞ്ഞൂടാ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. പക്ഷേ എനിക്ക് ഈ ക്രൗഡുള്ള കടകളിൽ കയറാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം കുറച്ച് മടിയാണ് എനിക്ക്. ഈ തിരക്ക് കാണുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്തോട്ട്, ബിക്കോസ് ഒന്നാമത് നമ്മൾ ഈ ഒറ്റയ്ക്ക് അകത്തോട്ട് കയറി പോകണമല്ലോ. അപ്പൊ എന്തോ ഒരു ആങ്സൈറ്റിയാണ് ആ സാധനം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഡിസ്ട്രിക്ട് 7 ആള് ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് അവിടെ നോർമലി വൈകുന്നേരമാണ് തിരക്ക്. അപ്പം ലെറ്റ്സ് സീ ഗൈസ്, അവിടെയും കൂടെ പോയി നോക്കാം.
ഒരു സാലഡ് കഴിക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് കറങ്ങുന്നത്. എന്തായാലും പെട്രോൾ അടിക്കണം ഗൈസ്. പെട്രോളൊക്കെ തീർന്നു കറങ്ങി 2-3 ദിവസമായിട്ട് ഞാൻ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. സോ ബേസിക്കലി ഞാൻ ആദ്യം ഒന്ന് ഫ്യൂൽ അടിക്കട്ടെ ഗൈസ്, എന്നിട്ട് നേരെ ഡിസ്ട്രിക്ട് 7 പോകാം. അവിടെ വെച്ചാണ് ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഡിസ്ട്രിക്ട് 7 എത്തിയിരിക്കുകയാണ്. ഞാനൊരു സീസർ സാലഡ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും എൻ്റെ കണ്ണിൽ ഇനി പെടില്ല ഗൈസ്. ഇവിടെ ഹെൽത്തി ഐറ്റംസ് ഓൺലി. സോ ഇവിടുത്തെ സീസർ സാലഡ് അടിപൊളിയാണ്. വൺ ഓഫ് ദി ഓതന്റിക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസർ സാലഡ് ഡിസ്ട്രിക്ട് 7 പിന്നെ ഫ്രഞ്ച് ടോസ്റ്റിലെയും വലിയ കുഴപ്പമില്ല. പിന്നെ കഫിക്കാനെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റൂല. അവന് എപ്പോൾ തുറക്കുമെന്നൊരു പിടിയില്ല. അപ്പോൾ ഒരു സാലഡും കുടിച്ചിട്ട് ഇവിടെ നമുക്ക് വിടാം. വേറെ ഒന്നും ഞങ്ങൾക്ക് കഴിക്കണമെന്നില്ല. അത്രയ്ക്ക് വിശപ്പുമില്ല. ലഞ്ചാണിത്. എൻ്റെ ലഞ്ച് ടൈം ഇപ്പം എത്ര മണിയാന്ന് നോക്കി കഴിഞ്ഞാൽ 4:15 ഗൈസ്. ലേറ്റ് ലഞ്ചാണ്. ഇവിടെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തൽക്കാലം ഒരു സാലഡ് കഴിച്ച് പഠിക്കാം. ഇവിടുത്തെ എൻ്റെ ഒരു പുതിയ സീരീസ് തന്നെ സ്റ്റാർട്ട് ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ബെസ്റ്റ് സാലഡ്സ് ഓഫ് കൊച്ചി, അല്ലെങ്കിൽ ബെസ്റ്റ് ഹെൽത്തി ഐറ്റംസ് ഇൻ കൊച്ചി. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവർക്ക് വളരെ സഹായകരമാവും എൻ്റെ ഈ ഒരു സീരീസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ശരി ഗൈസ്, ഞാൻ സാധനം വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ബൈ. അങ്ങനെ ഗൈസ് എൻ്റെ സീസർ സാലഡ് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സീസർ സാലഡ് ഞാൻ പറഞ്ഞില്ല, അല്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഗൈസ്. ആകെ അൺഹെൽത്തി എന്നാണെങ്കിൽ ബ്രെഡ് പൊരിച്ചിട്ടിട്ടുണ്ട്. അത് പക്ഷേ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. പിന്നെ ചിക്കനും ലെറ്റൂസും പിന്നെ അവരുടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട്. ആൻചോവി ബേസ്ഡ് ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ കഴിച്ചു വെക്കട്ടെ ഗൈസ്. കഴിച്ച് ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്, എന്നാലും ലെറ്റ്സ് സീ. സീസർ സാലഡ് ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സീസർ സാലഡാണ് ഡിസ്ട്രിക്ട് 7. ശരി കൊള്ളാം ഗൈസ്. ഡ്രസ്സിങ് നല്ലതാണ്. ഒത്തിരി അങ്ങോട്ട് ഹെവി ഫീലിംഗ് ഒന്നുമില്ല, ലൈറ്റ് ഫീലിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട് ഗൈസ്. ഞാൻ അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് ഒരു വാട്ടർമെലൺ ജ്യൂസ് ഷുഗർ ഇല്ലാതെയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജ്യൂസ് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഒരു ഇത്രയും പൊക്കമുള്ള ഒരു ഗ്ലാസ് ആയിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ച് പഞ്ചാര ഇല്ലാത്ത ജ്യൂസ് അല്ലേ, അങ്ങനെ ഓർഡർ ചെയ്താണ് ഗൈസ്. ഇത് എൻ്റെ അത്ര ഹൈറ്റ് ഉള്ളൊരു ഗ്ലാസ് ആണത്. കുറച്ചങ്ങനെ കുടിച്ചില്ലെങ്കിൽ ഇത് ഐസ് മാത്രമേ ഉള്ളൂ ഗൈസ്. കൊള്ളാം. പിന്നെ കഫിക്കാൻ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് കോൾഡ് ബ്രൂ കുടിക്കാൻ പോകാം ഗൈസ്. അതെങ്കിലും വേണം, അല്ലെങ്കിൽ ഞാൻ മടുത്തു പോകും ഗൈസ് ഡയറ്റ്. നമുക്ക് ഞാൻ പറയും മൊത്തത്തിൽ നമ്മളിങ്ങനെ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അറ്റ്ലീസ്റ്റ് കോഫി എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല. കോൾഡ് ബ്രൂ മിക്കവാറും, ബിക്കോസ് എനിക്ക് പാൽ കോഫി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കോൾഡ് ബ്രൂ കുടിക്കുന്നത്. അത് മാക്സിമം പ്ലെയിൻ ആയിട്ടുള്ള കോൾഡ് ബ്രൂ ഉണ്ടല്ലോ, അധികം പഞ്ചസാരയൊന്നും ഇല്ലാത്ത, ഫ്ലേവറിംഗ് ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ കുടിക്കാം. അതാകുമ്പോൾ വലിയ സീനില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒന്നുകൂടെ പിടിക്കാറുണ്ട്. കാർബ് കുറച്ചുകൂടെ കുറയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ട്, അതും കൂടെ കുറച്ചൊന്ന് കട്ട് ചെയ്യണം. പിന്നെ പുറത്തുനിന്നുള്ള വളരെ കുറവ്. ഇന്നാണ് ഞാൻ പറഞ്ഞത് എത്രയോ ദിവസത്തിന് ശേഷം ഇറങ്ങിയാണ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്നത്. നോക്കാം ഗൈസ്, എവിടം വരെ പോകും നോക്കാം. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് 100 പേർക്ക് ഫുഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ജങ്കിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ബിക്കോസ് ഞാൻ പറഞ്ഞേ കൊളസ്ട്രോളിൻ്റെ ആ ഒരു സാധനം ഇപ്പം അന്ന് കണ്ണനൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും അത് അങ്ങനെ ഹൈ ആയിട്ട് ഇരിക്കുന്നത് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചങ്ങ് കുറയ്ക്കാം എന്നുള്ളൊരിത്. സോ എന്നാലും ഈ ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഇറങ്ങാം ഗൈസ്. എന്താണ് പ്ലാൻ എന്ന് എനിക്കറിഞ്ഞൂടാ, നോക്കട്ടെ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും വരാം ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു സാലഡ് അടിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അപ്പം ദ തിങ് ഈസ് ഇന്നത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടാകും, ഞാൻ വേണ്ടെന്ന് ചെയ്തു. എല്ലാം കൂടെ എനിക്ക് വയ്യ. കുറച്ച് ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, ഇപ്പോൾ പയ്യെ നമുക്ക് ആക്റ്റീവ് ആവാം. അതേ നടക്കത്തുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്തിന് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യാം. ഓൾസോ ഞാൻ ഈ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു നല്ല ഡയറ്റ് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട്. പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് എന്താണെന്നുള്ളത്. ബിക്കോസ് എനിക്ക് പ്രോട്ടീൻ കഴിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ യൂറിക് ആസിഡ് ഹൈ ആണ്. അപ്പോൾ എനിക്ക് 2 സംഭവങ്ങളും കൂടെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ കാരണം എനിക്കൊരു നല്ല ഒരു ഡയറ്റ് തന്നെ വേണം. അത്യാവശ്യം ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി. അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ സീൻ ഉണ്ടാവത്തില്ല. ബിക്കോസ് എല്ലാം ബോർഡർ ലൈൻ ഹൈ ആണ്, ഒന്നും ഹൈയിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഐ ആം തിങ്കിങ് ഇപ്പോൾ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്. അപ്പം ഇനിയിപ്പം ഡയറ്റ് വർക്കൗട്ടും എല്ലാം കൂടെയൊക്കെ ഒന്നും കൊണ്ടുപോയി ഒരു 3 മാസം ഇങ്ങനെ പോകുന്നുള്ളത് നോക്കാം. സോ എന്തായാലും നല്ലതല്ലേ, നമുക്കും നല്ലതാണ്, ബോഡിക്കും നല്ലതാണ്. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊരിത്തിരി ഹെൽത്തി വ്ളോഗ്സ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല ഫ്രണ്ട്സിനൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്ളോഗിൽ കൊണ്ടുവരാം. അവർ കഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് വെറുതെ കഴിപ്പിക്കാം. അതായിരിക്കും ഇനിയുള്ള വ്ളോഗുകൾ ഗൈസ്.
അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു Q&A വ്ളോഗും കൂടെ ഇന്ന് തന്നെ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ അത് മുമ്പെന്തോ ഞാൻ ഇട്ടിരുന്നതാണ് ആ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയായിട്ട് അത് നോക്കാൻ സമയം കിട്ടിയില്ല. അത് ഞാൻ വിട്ടുപോയി എൻ്റെ മൈൻഡിൽ നിന്ന്. അപ്പം അതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ, ടാറ്റ.